നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. ഗാർഹിക LPG സിലിണ്ടർ ഇന്ന് എല്ലാ വീടുകളിലും അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. പാചകത്തിനും ദിനചര്യയ്ക്കും ഉപയോഗിക്കുന്ന ഈ സിലിണ്ടറിന്റെ വിലയും സബ്സിഡിയും സംബന്ധിച്ച് പുതിയ ചില മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ എന്താണ്, ജനങ്ങൾക്ക് എത്രത്തോളം ബാധിക്കും, സർക്കാർ പറയുന്നത് എന്താണ്, എല്ലാം വിശദമായി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി LPG സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഒരു ചെറിയ വിശദീകരണം നോക്കാം. ഗാർഹിക സിലിണ്ടർ വില രണ്ട് ഭാഗങ്ങളെയാണ് വരുന്നത്. യഥാർത്ഥ മാർക്കറ്റ് വില, സർക്കാർ നൽകുന്ന സബ്സിഡി. സാധാരണയായി ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ വാങ്ങുമ്പോൾ മുഴുവൻ വില നൽകേണ്ടി വരും. പിന്നീട് സർക്കാർ ചില പണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡിയായി തിരികെ നൽകും. ഈ സംവിധാനമാണ് DBT, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിലൂടെ സാധാരണ ജനങ്ങൾക്ക് ചില ആശ്വാസം ലഭിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സബ്സിഡി ലഭിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മുൻപ് ഏകദേശം 9 സിലിണ്ടറുകൾ വരെ സബ്സിഡിയിൽ ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് 4 സിലിണ്ടറായി കുറച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു കുടുംബം വർഷത്തിൽ കൂടുതൽ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാക്കി സിലിണ്ടറുകൾ മുഴുവൻ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങേണ്ടി വരും. ഇത് പ്രധാനമായും വലിയ കുടുംബാംഗങ്ങൾക്കും കൂടുതൽ പാചകം ചെയ്യുന്ന വീടുകൾക്കും ബാധിക്കും. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന്റെ വില 1600 രൂപയ്ക്ക് മുകളിലാണ്. ഇതിന് സർക്കാർ നൽകുന്ന സബ്സിഡി ഏകദേശം 300 രൂപ വരെ മാത്രമാണ്. അതായത് ഉപഭോക്താവ് ആദ്യം മുഴുവൻ തുകയും അടയ്ക്കണം, പിന്നീട് ചെറിയൊരു തുക തിരികെ ലഭിക്കും. കൂടാതെ അടുത്തിടെ സിലിണ്ടർ വിലയും ഏകദേശം 29 രൂപ ചെറിയ വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വലിയ മാറ്റമല്ലെങ്കിലും തുടർച്ചയായ വില വർധന ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നു. ചെറിയ വർധനകളും കൂട്ടിച്ചേർന്നാൽ മാസ ചെലവിൽ വലിയ വ്യത്യാസം ഉണ്ടാവാം. പെട്രോളിയം മന്ത്രാലയം ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. LPG, പെട്രോൾ, ഡീസൽ മേഖലകളിൽ ചെലവ് കൂടുതലാണ്. അധികൃതരുടെ കണക്കുകൾ പ്രകാരം LPG മേഖലയിൽ ഏകദേശം 700 രൂപ വരെ നഷ്ടം. മറ്റ് ഇന്ധന മേഖലകളിലും സമാന സമ്മർദ്ദമുണ്ട്. അതുപോലെ പെട്രോളിയം മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് മാർക്കറ്റ് വിലയും യഥാർത്ഥ ചെലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സബ്സിഡി ഘടന പുനഃപരിശോധിക്കുന്നത്. ഈ മാറ്റങ്ങൾ പിന്നിൽ അന്താരാഷ്ട്ര ഘടകങ്ങളും പ്രധാനമാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾ, LPG ഇറക്കുമതി ചെലവിലെ വർധന, ആഗോള ഇന്ധന വിലയിലെ ചലനങ്ങൾ, ഇവയെല്ലാം ചേർന്ന് LPGയിലെ ഇന്ത്യയിലെ വിലയെ ബാധിക്കുന്നു. ഇന്ത്യ കൂടുതലും ഇറക്കുമതിയിലാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണി ചലനങ്ങൾ നേരിട്ട് ബാധിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഈ മാറ്റങ്ങൾ സാധാരണ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ്. മാസ ചെലവ് ഉയരും. കൂടുതൽ സിലിണ്ടറുകൾക്ക് പണം കൂടുതൽ നൽകേണ്ടി വരും. ബഡ്ജറ്റ് പ്ലാനിംഗ് ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് താഴ്ന്ന വരുമാന കുടുംബങ്ങൾ, വലിയ കുടുംബങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, ഇവർക്കാണ് കൂടുതൽ ബാധിക്കുക. ഭാവിയിൽ സർക്കാർ സബ്സിഡി സംവിധാനം വീണ്ടും പരിഗണിക്കാം. പുതിയ സ്കീമുകൾ കൊണ്ടുവരാം. വില നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാം. എങ്കിലും ഇതൊക്കെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് ശേഷം മാത്രമേ ഉറപ്പാക്കാൻ കഴിയുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി മാറ്റങ്ങളും വിലവർധനയും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിൽ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇത് തുടർന്നും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സാമ്പത്തിക വിഷയമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇത്തരം വിശദമായ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.